ഇവള് കൊച്ചുങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നു. എത്രയാ? വാ വാ വാ, നടക്ക് നടക്ക്. അല്ല അല്ല, എന്താ ഇത്? നീ എന്തോ സമയം കാണിക്കുന്നേ? കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നു. പൊന്നി, കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെച്ചേ. വാ മക്കളെ, പൊന്നിയാൻ്റെ എടുത്തു തരാം. സത്യമ്മേ, ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് കഴിച്ചോളാം. വേണ്ട പൊന്നി, പറഞ്ഞേ കേട്ടില്ലേ, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. വാ വന്നേ, ചെല്ലേ വാ ചെല്ലേ ചെല്ലേ. വാ മോളെ, വിളിച്ചോണ്ട് പോ. ഭാമേ, നീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അത് മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. ഇത് അന്യായമാ കേട്ടാ. പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, കുട്ടികളെ മാത്രമല്ല, ഇവിടെ നിറക്കി വിട്ട എല്ലാരും തിരിച്ചു വിളിക്കണമായിരുന്നു. അതിനെ സത്യഭാമ ഒരിക്കൽ കൂടി ജനിക്കണം. നമ്മുടെ മകന്റെ കുഞ്ഞുങ്ങളല്ലേ അത്, അതുകൊണ്ടാ ഞാൻ അവരെ വിളിക്കാൻ പോയത്. അഹങ്കാരോ ഭാമ നീ കാണിക്കുന്നേ? ഇതിനെല്ലാമേ നീ ആരുടെ അടുത്തെങ്കിലും കണക്കുറേണ്ട അവസ്ഥ വരുവേ. എല്ലാം കണ്ടോണ്ടേ സർവേശ്വരൻ പറഞ്ഞ ഒരാൾ മോളിൽ ഇരിപ്പുണ്ട്. അത് നീ എപ്പോഴും ഓർത്താൽ നിനക്ക് നല്ലതാ. സത്യഭാമ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ജീവിക്കുന്നത്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആരൊക്കെ എന്റെ കൂടെ വേണമെന്നും ഒക്കെ വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പിന്നെ ആശ്രയം, അത് ചാകാൻ നേരത്തല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. ആരും ഇല്ലെന്ന് കരുതി ഏതെങ്കിലും ഓടെ കൊണ്ടുപോയി വേസ്റ്റ് തള്ളിയിടുന്നത് പോലെ തള്ളിയിടുകയൊന്നും ഇല്ലല്ലോ എന്റെ ശവശരീരം. ആരെങ്കിലുമൊക്കെ മനസ്സലിവ് തോന്നി അടക്കം ചെയ്തോളൂ. നീ ഇവരെ സ്ഥിരമായിട്ടോടെ നിർത്താൻ പോവാന്നോ? ഈ പ്രായത്തിലേ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയ കുട്ടികൾ വളരേണ്ടത് കേട്ടോ. അച്ഛന്റെ സ്നേഹം അതിനി എന്റെ കുട്ടികൾക്ക് എങ്ങനെ കിട്ടാനാ? പിന്നെ കിട്ടേണ്ടത് അമ്മയുടെ സ്നേഹമാ. ആ സ്നേഹം ഇനി എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ട. ഒരു മോശപ്പെട്ട സ്ത്രീയുടെ കൂടെ എന്റെ കൊച്ചുമക്കളെ അവര് വളരണ്ട. വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതേന്ന് കൊള്ളുമ്പോഴേ ഏതെല്ലാം രീതിയിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുമെന്നേ നിനക്കിപ്പോ അറിയാൻ പറ്റത്തില്ല. എന്താ അറിയോ, നിന്റെ മനസ്സ് മുഴുവനെ ഇപ്പൊ പകയാ. ആ പകയിലാ നീ ഇപ്പൊ ജീവിക്കുന്നതേ. ഇതേ അത് നിന്നെ എന്ന് വിട്ടു പോകുന്നോ അന്നേ നീ നന്നാവത്തുള്ളൂ. അത് ഞാൻ അങ്ങ് സഹിച്ചു. ഇനി ഇക്കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ വേണ്ട. എന്റെ കൊച്ചുമക്കൾ ഇവിടെ ഈ വീട്ടിൽ വളരും. അതാരെതിർത്താലും വേണ്ടില്ല. ഞാൻ തീരുമാനിച്ചത് ഞാൻ നടത്തിയിരിക്കും. നടത്തിക്കോ, നിന്റെ വാശി എന്നെ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. നീ അവരുടെ കുടുംബം തകർക്കരുത്. എന്റെ കുടുംബം അവള് തകർത്തില്ലേ? പകരത്തിന് പകരമാണെന്നങ്ങ് കരുതിയാ മതി. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാനും ചെയ്തു. അങ്ങനെ കരുതി ഇപ്പൊ നിങ്ങൾ അങ്ങ് ആശ്വസിക്കേ. എന്തൊക്കെയാണ് അവള് പറഞ്ഞിട്ട് പോയേ? തനിക്കല്ല മനസ്സിലായ? ഇല്ല സാറേ. എവിടുന്ന് മനസ്സിലാവാനാ?